The Almighty Allah doesn't look at our results, He looks at our intention and effort. Same with our child. As a parent, believing in our child is a form of dua and love that helps them succeed, inshallah. Assalamu alaikum, my beloved parents. If you are a parent of the child who is studying in grade 1, then this video is definitely for you. Dear parents, our love, patience, and presence are more powerful than any tuition classes. Let's raise confident, kind, and calm learners together. One gentle step at a time. And remember, we are doing better than we think. May Allah subhanahu wa ta'ala ease our journey and bless our child's learning. Ameen. Welcome back to another beautiful video of my tiny YouTube channel, Up From Zero by Fami. My name is Fami, and I hope all of you are doing great over there. I am a mother of a child who is studying in grade 1. അപ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരേപോലെ ഒരു പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ടാവും ബിക്കോസ് എക്സാംസ് ആർ നിയർ. ഓക്കെ, അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് ടുഡേ ലെറ്റ്സ് ടേക്ക് എ ഡീപ് ബ്രെത്ത് ടുഗെദർ. Our child is just 6 or 7 years old. This is not a race. It's the beginning of a long, beautiful learning journey. Let's not fill it with fear, but with faith, love, and fun. My dear parents, അപ്പോൾ ഇങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മക്കൾ എക്സാം വരുമ്പോൾ ഒരു മദർ എന്ന നിലക്ക് കുറച്ചധികം പ്രഷർ നമ്മളെ തലയിലുണ്ടാവും. ദാറ്റ്സ് ക്വൈറ്റ് നേച്ചർ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ തലയിൽ നിന്നുള്ള ആ പ്രഷർ ഒന്ന് ഒഴിവാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മുടെ മക്കളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, എൻ്റെ മോൾക്ക് അല്ലെങ്കിൽ എൻ്റെ മോനിക്ക് എക്സാം ആയി, അവനൊന്നും പഠിച്ചിട്ടില്ല, അവനൊന്നും അറിയുന്നുമില്ല, അതൊന്നും അവരുടെ മുമ്പിൽ നിന്ന് പറയണ്ട. ഓക്കെ, ഇൻസ്റ്റെഡ് നമ്മൾ എന്ത് പറയണം? അവരുടെ അടുത്ത് അവരുടെ മുഖം നോക്കി ഐ കോണ്ടാക്ട് വേണം സംസാരിക്കുമ്പോൾ. എന്നിട്ട് അവരോട് പറയണം, ഇഫ് പോസിബിൾ വി ഹാവ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഇറ്റ് സെൽഫ്. ആദ്യമൊക്കെ അവർക്ക് മനസ്സിലാവില്ല, കൊച്ചു കുട്ടികളല്ലേ, അതുകൊണ്ട് അവർക്കത് മനസ്സിലാവാൻ പാടുണ്ടാവും. Still, we have to repeat all these things in English. Okay? എന്തെല്ലാം നമ്മൾ പറയണം? I am proud of you, my dear. Okay? I am proud of you. എൻ്റെ മോന് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മോള് നല്ലോണം ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. I am proud of you. അപ്പോൾ അവർക്ക് നല്ലൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും വിത്ത് എക്സ്പ്രഷൻ. ഓക്കെ, എക്സ്പ്രഷനോട് കൂടിയിട്ട് നമ്മൾ വേണം കുട്ടികളോട് എന്തും സംസാരിക്കാൻ വേണ്ടിയിട്ട്. സപ്പോസ് എഴുതുന്ന സമയത്തോ വായിക്കുന്ന സമയത്തോ എന്തെങ്കിലും ഒരു തെറ്റ് വ്യത്യാസം വന്നാൽ ഷൗട്ട് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ സ്ക്രീം ചെയ്യുന്നതിന് പകരം ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, വി വിൽ ട്രൈ ഇറ്റ് വൺസ് അഗൈൻ, അങ്ങനെ പറയാം. ഡോണ്ട് വറി, അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ചില കുട്ടികളുണ്ടാവും, എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാൽ അവർ എക്സ്പ്രഷനൊക്കെ മാറി ഒരു പേടിച്ച ഭാവത്തിൽ പേരൻസിനെ നോക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവരോട് നമുക്ക് നല്ല കൂളായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, സാരില്ല, അതൊന്നും കുഴപ്പമില്ല, മിസ്റ്റേക്സ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലേണിങ്. മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക. നമുക്ക് എങ്ങനെ അറിയുന്ന അതുപോലെ
ചില സമയത്ത് നമ്മളെക്കാളും അവർക്കറിയും. അവർ നമുക്ക് മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് തരും. അറിയുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുക. ശരി എന്ന് തോന്നാൻ ചാൻസ് ഉള്ള അതൊക്കെ നമ്മൾ കുട്ടികളോട് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കുക. അത് തെറ്റാവും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെന്താന്ന് വെച്ചാൽ മൈ ഡിയർ പേരൻസ്, നമ്മളറിയാതെ തന്നെ നമ്മളിൽ നിന്ന് ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഒരിക്കലും കുട്ടികളോട് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. ചില സമയത്ത് അത് നമുക്ക് നല്ല ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാക്കാറുണ്ട്. എന്തെന്നറിയോ? നെവർ കമ്പയർ അവർ ചൈൽഡ്. മറ്റു കുട്ടികളെ വെച്ചിട്ട് നമ്മൾ സ്വന്തം കമ്പയറും ചെയ്യും. അതിൻ്റെ പുറമെ കുട്ടികളോട് പറയും ചെയ്യും, നോക്കിയേ അവൾ അത് ചെയ്തിട്ടുണ്ടല്ലോ, നീ എന്താ ചെയ്യാതെ? ആ സംസാരം പൂർണ്ണമായിട്ടും നമ്മളെ കുട്ടികളോട് ഒഴിവാക്കണം. എന്നാൽ തന്നെ ഒരുവിധം ശരിയായി നമ്മുടെ മക്കൾ ദേ ആർ വെരി ഗുഡ്. നമ്മുടെ കുട്ടികൾ മറ്റുള്ള കുട്ടികളെ പോലെ ആവണം എന്നുള്ള ആ ഒരു നിർബന്ധമാണ് നമുക്ക് കമ്പാരിസണിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് ക്രമേണ നമ്മൾ സ്വന്തം മാറ്റിയെടുക്കണം. അത് നല്ലോണം നമ്മുടെ കുട്ടികളെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സ്വഭാവം നമ്മളിൽ ഇല്ലെങ്കിൽ ആസ് എ മദർ വി ഷുഡ് നെവർ ഡു ദിസ് ടു അവർ ചൈൽഡ്. പിന്നെന്താന്ന് വെച്ചാൽ പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും കുട്ടികളെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കാനിരുത്തണ്ട. ഓക്കെ, ഒരു തമാശ രീതിയിലോ എന്തെങ്കിലും അവർ എൻജോയ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെറിയൊരു ഹാർഡ് വർക്ക് എല്ലാം വേണം. അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടൂല. നല്ലൊരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ആസ് എ പേരൻസ് വി വിൽ ഹാവ് ടു ടേക്ക് എഫേർട്ട് എ ലോട്ട്. കുറച്ചൊന്നുമല്ല, കുറച്ചധികം എഫേർട്ട് എടുത്താൽ മാത്രം നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അത് ഉറപ്പാണ്. അവരെ സ്റ്റഡി ടൈമിൽ നമ്മൾ അവർക്ക് എത്രമാത്രം സമാധാനം കൊടുക്കുന്നുവോ അതൊക്കെ തന്നെയാണ് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കോൺഫിഡൻസ്. നമ്മളിങ്ങനെ പ്രഷർ ചെയ്ത് അതെന്ത് എഴുതാത്തെ, അതെന്ത് പഠിക്കാത്തത്, നിനക്കതറിയുന്നില്ല, നിനക്കിതറിയുന്നില്ല, അങ്ങനെ ഒരു നെഗറ്റീവായ രീതിയിൽ കുട്ടിക്ക് നമ്മളൊന്നും ബ്രെയിനിൽ നിറച്ചു കൊടുക്കാൻ പാടില്ല. അവരിൽ ഉള്ളത് വെച്ച് നമ്മൾ എൻജോയ് ചെയ്യുക. ചില സമയത്ത് മറ്റു കുട്ടികളെ പോലെ പഠിക്കാൻ അറിഞ്ഞോളുന്നില്ല, വായിക്കാൻ അറിഞ്ഞോളുന്നില്ല, എഴുതാൻ അറിഞ്ഞോളുന്നില്ല, ഹാൻഡ് റൈറ്റിംഗ് നീറ്റ് ആയിക്കൊള്ളുന്നില്ല. എന്താണോ ഉള്ളത് അത് വെച്ച് നമ്മൾ മാഷാ അല്ലാഹ് വെൽ ഡൺ, ഐ എം പ്രൗഡ് ഓഫ് യു, ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, ഒരു ഹഗ് ചെയ്യുക. അങ്ങനെ മാക്സിമം എന്തൊക്കെ നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്നു അത്രയും അവരെ എക്സ്ട്രീം ലെവലിലേക്ക് എത്തിക്കണം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ മാക്സിമം അവർക്ക് എൻകറേജ്മെന്റ് കൊടുക്കുക. അപ്പൊ അവർ ക്രമേണ നമ്മുടെ ട്രാക്കിലേക്ക് തന്നെ വന്നോളും, മടി കാണിക്കൂല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മക്കൾക്ക് നമുക്ക് ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുക. ചെറിയൊരു ദുആ ഞാനിപ്പോൾ പറഞ്ഞു തരാം. അത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മളും കൂടെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കാം. റബ്ബി സിദ്ദിനി ഇൽമ വിത്ത് മീനിങ്. അർത്ഥത്തോടു കൂടി അവരെ പഠിപ്പിക്കുക. മാക്സിമം ഇൻ ഇംഗ്ലീഷ്. മലയാളം പിന്നെ ഓൾറെഡി നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇംഗ്ലീഷ് നമ്മൾ യൂസ് ചെയ്യാറില്ല. സോ അവരിൽ നല്ലൊരു മാറ്റം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളും കൂടി ഉത്സാഹിച്ചാൽ നല്ലൊരു മാറ്റം കിട്ടും. ഓ അല്ലാഹ് ഇൻക്രീസ് മീ ഇൻ നോളജ്. ഓ അല്ലാഹ് ഇൻക്രീസ് മീ ഇൻ നോളജ്. അവരതിൻ്റെ അർത്ഥം മലയാളത്തിലും ക്രമേണ പഠിച്ചോളും. അവർ വലുതാവും തോറും പണ്ട് എനിക്ക് ഉമ്മ ഈ ദുആ പഠിപ്പിച്ചു തന്നെ വിത്ത് മീനിങ് ആണ് പഠിപ്പിച്ച, അതിൻ്റെ അർത്ഥം ഇങ്ങനെ ആയിരുന്നു അല്ലേ, അത് അവരോർക്കും. തീർച്ചയായിട്ടും അതാവും അവരോർക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എക്സാമും കാര്യങ്ങളെല്ലാം വരുമ്പോൾ ആ ഒരു പ്രഷർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്. ആ പെട്ടെന്ന് ഒരു ആവുന്ന രീതിയിൽ അവർക്ക് ഒരു ബേർഡൻ കൊടുക്കുന്നതിന് പകരം നമുക്ക് ഇപ്പം തൊട്ടേ ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഷോർട്ട് 15 to 20 minutes റിവിഷൻ ഡെയിലി. എന്തൊക്കെയാണോ പഠിപ്പിക്കുന്നത്, ടീച്ചർ സ്കൂളിൽ നിന്ന് എന്തൊക്കെ പഠിപ്പിക്കുന്നു അതൊക്കെ വീട്ടിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് പ്രാക്ടീസ് കൊടുക്കുക. നമ്മൾ കൂടെ വേണം. നമ്മുടെ വാല്യുബിൾ ടൈം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കണം. നമ്മളെ ഇടയിൽ തന്നെ കുറച്ച് പേരൻസ് ഉണ്ട്, ദ വേ ഓഫ് എക്സ്പ്രസിങ് ദിയർ ലവ്. എങ്ങനെയെന്ന് വെച്ചാൽ ധാരാളം ടോയ്സും ധാരാളം ഡോൾസും കാര്യങ്ങളും ഒക്കെ അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് ചോദിക്കുമ്പോൾ അപ്പം വാങ്ങിച്ചു കൊടുക്കും. ഇറ്റ്സ് എ വേ ഓഫ് എക്സ്പ്രസിങ് ലവ്.
അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ ധാരാളം വാങ്ങിച്ചു കൊടുക്കുന്നത്. എനിക്ക് എൻ്റെ മക്കളെ കൂടുതൽ ഇഷ്ടമാണ്, ഇഷ്ടത്തിൻ്റെ പേരിൽ അത് കൊടുക്കും. അവസാനം നമുക്ക് അവരോട് കുറച്ച് സംസാരിക്കാനോ അവരൊന്നിച്ച് എന്തെങ്കിലും ഷെയർ ചെയ്യാനോ, മോള് സ്കൂളിൽ നിന്ന് വന്നാൽ അല്ലെങ്കിൽ മോന് സ്കൂളിൽ നിന്ന് വന്നാലേ ഹൗസ് യുവർ ഡേ എന്ന് ചോദിക്കാൻ പോലും സമയമില്ലാതായി പോകുന്നു നമുക്ക്. നമുക്ക് മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ട്, ബിക്കോസ് ഞാൻ കുട്ടി ചോദിക്കുന്നതിൽ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എക്സ്പ്രസിങ് ലവ്. അതും ലവ് ആണ് അപ് ടു ആൻ എക്സ്റ്റെൻറ്റ്. അതേപോലെ നമ്മുടെ ക്വാളിറ്റി ടൈമും നമ്മുടെ മക്കളൊന്നിച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യണം. ആസ് എ പേരൻറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ നമ്മുടെ മക്കളൊന്നിച്ച് അധികം സമയം സ്പെൻഡ് ചെയ്യേണ്ടത്? സ്കൂളിൽ അയച്ചാൽ ഫുൾ ടൈം ടീച്ചേഴ്സ് ഉണ്ടാവില്ല കുട്ടികളൊന്നിച്ച്. പീരിയഡ്സ് മാറിക്കൊണ്ടിരിക്കും, ഡിഫറെൻറ്റ് ടീച്ചേഴ്സ് മേ ബി ഹാവിങ് വിത്ത് ദം. അവരെ മാക്സിമം അവിടെ ഷെയറിങ് നടക്കുന്നുണ്ടാവും. ആ കുറച്ച് 45 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ മക്കൾ പഠിത്തത്തിലായിരിക്കും ശ്രദ്ധിക്കുക. അതേസമയം ഇമോഷണൽ ഫീലിങ്സും കാര്യങ്ങളും ഒരു പരിധിവരെ അവിടെ ഷെയർ ചെയ്യും മക്കൾ. സ്റ്റിൽ വി ഹാവ് ടു ഗിവ് എ വെരി ബിഗ് സപ്പോർട്ട് for our child from our home. Charity begins at home. Okay? പിന്നെ ഒരു ഉമ്മ എന്ന നിലക്ക് നമുക്ക് കുട്ടികളെ എന്തൊക്കെ ചെയ്യിപ്പിക്കുക, ഇനിയും ചെയ്യിപ്പിക്കുക കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഡെയിലി ഒരു 2-3 ലൈൻസ് അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. എന്തെങ്കിലും ആവട്ടെ, എഴുതുന്ന ആ ഒരു പ്രാക്ടീസ് ഉണ്ടാക്കിയെടുക്കണം നമ്മൾ. ഓക്കെ? പിന്നെ എന്തെങ്കിലും ഒരു ടോപ്പിക് കൊടുക്കുക, എന്നിട്ട് അവരോടത് സംസാരിക്കാൻ പറയുക. ഇംഗ്ലീഷിലാണെങ്കിൽ ഏറ്റവും നല്ലത്. ഓക്കെ? അത് അവരുടെ സ്റ്റഡീസിന് അധികം ഹെൽപ്പ് ചെയ്യും. മലയാളത്തിലാണെങ്കിൽ അവർ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് അത് സംസാരിക്കും. പക്ഷേ നമ്മൾ സ്കൂളിൽ അയക്കുന്നത്, എൻ്റെ മോള് പറയാറുണ്ട്, എന്തെങ്കിലും പറഞ്ഞാൽ സപ്പോസ് ഇതുപോലെ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു ടാസ്ക് ഞാൻ കൊടുത്താൽ പറയും, അതെനിക്ക് അറിയില്ല, അത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, നോ പ്രോബ്ലം, മോൾ തുടങ്ങിക്കോ, ഉമ്മ ഉണ്ട് ബാക്കിൽ, മോൾ തുടങ്ങിക്കോ, ബാക്കി ഞാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് തോന്നണം, ഞാൻ ഏതൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ ഗൈഡ് ചെയ്യാൻ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ, എന്നെ പുഷ് ചെയ്യാൻ, എന്നെ ഒരു ഹെൽപ്പായിട്ട് എൻ്റെ ഉമ്മ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കണം. ഓക്കെ? സ്ക്രീൻ ടൈം കുറച്ച് കൂടുതലുള്ള ഈ ഒരു കാലത്ത് നമുക്ക് നമ്മുടെ മക്കളോട് ഫുള്ളി ബാൻ ചെയ്യാൻ പറ്റൂല. നീ ഫോൺ എടുക്കണ്ട, നീ ഫോൺ നോക്കണ്ട, അല്ലെങ്കിൽ നീ TV കാണണ്ട, അങ്ങനെ നമുക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുട്ടികളോട് പറയാൻ പറ്റൂല. അതിന് പകരം ഒരു 2 hours ഡെയിലി ആ കുട്ടി നോക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അതൊരു 45 മിനിറ്റ്സിലേക്കോ അല്ലെങ്കിൽ 1.5 hours അങ്ങനെ മെല്ലെ മെല്ലെ ക്രമേണ അതിൻ്റെ ടൈം ഡ്യൂറേഷൻ കുറച്ച് വന്നിട്ട് പിന്നെ നോക്കുന്നത് എന്താണോ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം നോക്കുന്നുണ്ടോ എന്നും നമ്മൾ ഉറപ്പുവരുത്തണം. അവർക്ക് ഫോൺ മാത്രം കയ്യിൽ കൊടുക്കുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു റൂമിൽ വെക്കുക. അവർ എന്തും നോക്കാം, ചെറിയ കുട്ടികളല്ലേ, അവർക്ക് എന്ത് നോക്കുന്നതെന്ന് പോലും അവർക്കറിയില്ല. സ്ക്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, സ്ക്രോൾ ചെയ്യുമ്പോൾ എന്തും കാണും, എന്തും നോക്കാം. അപ്പോൾ അവരുടെ ആ കടിഞ്ഞാണ് നമ്മുടെ കയ്യിൽ തന്നെ വേണം. ഫോൺ അവരുടെ കയ്യിലുണ്ടെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം അവരെന്താണ് നോക്കുന്നുള്ളത് എന്ന്. കുഞ്ഞുമക്കളല്ലേ, അവർക്കറിയില്ല. അപ്പോൾ കുറച്ച് ടൈം വെച്ചിട്ട് കൊടുക്കുക. ആ ടൈം ആകുമ്പോൾ നമുക്ക് ആദ്യം അറിയിക്കുക, ഇത്ര ടൈം ആയിട്ടുണ്ട്, ഫോണ് ആവശ്യമുണ്ട്. അപ്പോൾ ആ തരുന്ന രീതിയിൽ നമ്മൾ അവരോട് ചോദിച്ചിട്ട് ആ ഫോൺ നമുക്ക് വാങ്ങിച്ചു വെക്കുക. എന്നിട്ട് വീണ്ടും പഠിത്തത്തിലേക്ക് ഓൾവേസ് ബുക്ക് ആ ഒരു രീതി അല്ലാതെ ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പറയാം. ബുക്ക് എടുക്കുന്ന രീതി വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അവരുടെ പോർഷൻസ് എന്താണെന്ന് ആദ്യം നമ്മൾ പഠിക്കുക. അതിനനുസരിച്ചിട്ടുള്ള ഫ്ലാഷ് കാർഡ്സോ അല്ലെങ്കിൽ പേപ്പറിൽ ചിത്രം വരക്കാൻ പറ്റുന്ന ഉമ്മയാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സിൻ്റെ രീതിയിലോ നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തൊക്കെ പറ്റുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ബുക്ക് എടുക്കുക. ബാഗ് തുറക്കുക, ബുക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് മടി പിടിച്ച ഒരു കാര്യം തന്നെയാണ് കുഞ്ഞുമക്കൾക്ക്. അതും ഈ ഒരു കാലത്ത് ആ ഒരു സിസ്റ്റം കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം അപ്രീഷിയേറ്റ് ചെയ്യുക. അഥവാ പറയുമ്പോൾ തന്നെ ബുക്ക് എടുത്താൽ തന്നെ മാക്സിമം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് നമ്മൾ കുട്ടികൾക്ക് ചെയ്യേണ്ടത്. നല്ല വളമിട്ടാൽ നല്ല തഴച്ചു വളരും നമ്മുടെ മക്കൾ. അവരെ കാം ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. അതായത് പ്രഷർ കൊടുത്തിട്ട് നീ ക്ലാസ്സിൽ എന്തായാലും ഫസ്റ്റ് എടുത്തോളണം, നീ എന്തായാലും ഫസ്റ്റ് എടുക്കണം, അങ്ങനൊന്നും പറയാതെ മോള് ക്ലാസ്സിൽ ഫസ്റ്റ് എടുക്കണം എന്നൊന്നും നമുക്ക് നിർബന്ധമില്ല. മറ്റു കുട്ടികളെക്കാൾ കൂടുതൽ മാർക്ക് എടുക്കണമെന്നോ എന്നും എനിക്ക് നിർബന്ധമില്ല. പിന്നെ അതിന് പകരം നമുക്ക് ഇങ്ങനെ പറയാം, ഇതൊരു ട്രിക്കാണ്, എനിക്കറിയൂലേ എൻ്റെ മോൾ എന്തായാലും നല്ല മാർക്ക് വാങ്ങിക്കും, നന്നായിട്ട് പഠിക്കും, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അവരെ ഒരു സോപ്പിംഗായ ആ ഒരു രീതിയിൽ നമ്മൾ കൊണ്ടുവരാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ നമ്മുടെ ആ ഒരു ട്രാക്കിലേക്ക് വന്നോളും.
അപ്പോൾ ഇൻഷാ അള്ളാ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പേരൻസിനോട് ഇത്രയൊക്കെ തന്നെയാണ് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നത്. ഇൻഷാ അള്ളാ നമ്മുടെ മക്കൾക്ക് അള്ളാഹു നല്ല വിജയം നൽകട്ടെ. ആമീൻ.